ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്തിന്റെ ചരിത്രം. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗത്ത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീൽസ് യു. ചില ആഴ്ചകൾക്ക് മുന്നമേ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകളെ കുറിച്ചുള്ള ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ആ എപ്പിസോഡിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകളുടെ കൈകളാൽ നടന്ന, യേശുവിൻ നാമത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ പങ്കുവച്ചത്. അതിനുശേഷമായിട്ട് എനിക്ക് ആ സ്ഥലത്ത് പോകുവാൻ ഒരവസരം ലഭിച്ചു. ബ്രാഡ്ഫോർഡിൽ പോകുവാനും സ്മിത്ത് വിഗിൾസ്വർത്ത് ജനിച്ച മെൻസ്റ്റൺ എന്ന് പറയുന്ന ബ്രാഡ്ഫോർഡിനടുത്തുള്ള ഗ്രാമത്തിൽ പോകുവാനുമൊക്കെ ഒരവസരം ലഭിച്ചു. അതിനാലാണ് എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ ഉണ്ടായത്. ഒരു ലഘുചരിത്രം, ചെറിയ ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പ്രയോജനമായി തീരും. 1859 സ്മിത്ത് വിഗിൾസ്വർത്ത് ഈ ഭൂമിയിൽ ഭൂജാതനായത്. ജൂൺ മാസത്തിൽ. തൻ്റെ പിതാവിൻ്റെ പേര് ജോൺ വിഗിൾസ്വർത്ത് എന്നായിരുന്നു. മാതാവിൻ്റെ പേര് മാർത്ത പിയേഴ്സൺ എന്നായിരുന്നു. മാർത്തയുടെയും ജോണിൻ്റെയും മകനായിട്ട് 1859 മെൻസ്റ്റൺ എന്ന് പറയുന്ന ഗ്രാമം, ബ്രാഡ്ഫോർഡിനടുത്തുള്ള, ഇംഗ്ലണ്ടിലെ ബ്രാഡ്ഫോർഡിനടുത്തുള്ള മെൻസ്റ്റൺ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകൾ ജനിച്ചത്. നിങ്ങൾക്കിപ്പോൾ ഗ്രാമം കാണുവാൻ കഴിയും. ഏതാണ്ട് അന്നത്തെ പോലെ തന്നെയാണ് ആ ഗ്രാമമായിരിക്കുന്നത്. പുതിയ റോഡുകൾ, നല്ല റോഡുകൾ വന്നിട്ടുണ്ട്, ടാർ ചെയ്ത റോഡുകൾ വന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ അവിടെ കാണുന്ന ആ കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളാകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. മെൻസ്റ്റൺ ഗ്രാമം, ഈ ഗ്രാമത്തിലാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകൾ ജനിച്ചത്. ഇവിടെ തന്നെ തൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഇവിടെ തന്നെയായിരുന്നു പാർത്തിരുന്നത്. അങ്ങനെ മറ്റൊരു ഭവനത്തിലാണ് തൻ്റെ പിതാവ്, മാതാവ്, അവരോടുകൂടെ താൻ പാർക്കുന്ന ഭവനവും തൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഭവനവും അവിടെ തന്നെയായിരുന്നു. ഗ്രാൻഡ് മദർ ബെല്ല എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തിയോഡോഷ്യ എന്ന ആ മാതാവാണ്, ബെല്ലയാണ് സ്മിത്തിനെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. ബെല്ല പോയി ആരാധിക്കുന്ന മെത്തോഡിസ്റ്റ് ചർച്ച്, അവിടെ മെൻസ്റ്റണിൽ മെത്തോഡിസ്റ്റ് ചർച്ച് എന്നുണ്ടായിരുന്നു. ആ മെത്തോഡിസ്റ്റ് ചർച്ചിൽ വെച്ചാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. ആ മെൻസ്റ്റൺ ഗ്രാമത്തിൽ ആംഗ്ലിക്കൻ ചർച്ചും ഉണ്ടായിരുന്നു. 8-ാം വയസ്സിലാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. അതിനുശേഷം മെത്തോഡിസ്റ്റ് ചർച്ചിലും പോകുമായിരുന്നു. അതോടൊന്നിച്ച് തന്നെ ആംഗ്ലിക്കൻ ചർച്ചിൽ പോകുമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയുന്ന ആംഗ്ലിക്കൻ ചർച്ച്, ഗ്രാമത്തിലുള്ള ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ക്വയറിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ചില വർഷങ്ങൾ പാടിയിരുന്നു. ബാല്യകാലത്ത് തന്നെ ആത്മീകമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരുവാനുള്ള അവസരം സ്മിത്ത് വിഗിൾസ്വർത്തിന് ലഭിച്ചു. ഈ സ്ഥലത്തിന് മെൻസ്റ്റൺ അടുത്ത് ഒരു പർവ്വത നിബിഡമാകുന്ന ഒരു സ്ഥലമുണ്ട്, ഇപ്പോൾ കാണുവാൻ കഴിയും. ഈ സ്ഥലത്ത് ബാല്യകാലത്ത് സ്മിത്ത് വിഗിൾസ്വർത്ത് വന്ന് തൻ്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നീട് ആത്മീക ജീവിതത്തിലേക്ക് ആഴത്തിൽ പ്രവേശിച്ചപ്പോൾ, ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ സ്ഥലത്ത് വന്ന്, ഈ പർവ്വത നിബിഡമാകുന്ന ഈ സ്ഥലത്ത് വന്ന് സ്മിത്ത് വിഗിൾസ്വർത്ത് അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ ഈ മെൻസ്റ്റൺ ഗ്രാമം, ബ്രാഡ്ഫോർഡ് ഇതെല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഈ പ്രത്യേക ഗ്രാമത്തിലും അതിന് ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെയായിട്ട് വളർന്നു വരികയാണ്. ബാല്യകാലം മുതൽ തന്നെ ജോലിക്ക് പോകുവാൻ തുടങ്ങി. അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ സ്കൂളിലധികം പഠിക്കുന്ന ഒരു സംവിധാനം അവിടെയും ഉണ്ടായിരുന്നില്ല. ഒരു 6-7 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങി മില്ലിൽ പിതാവിനോടുകൂടെ ജോലി ചെയ്യുവാൻ തുടങ്ങി. തുണിമില്ലിൽ പിതാവിനോടുകൂടെ ജോലി ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തനിക്ക് 23 വയസ്സായപ്പോൾ മേരി ജെയിൻ ഫെതർസ്റ്റോൺ, പോളി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മേരി ജെയിൻ ഫെതർസ്റ്റോണുമായിട്ട് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ വിവാഹം നടന്നു. അത് 1882 അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് അവർക്ക് 23 വയസ്സുണ്ടായിരുന്നു. ഇതിനിടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചു. ആദ്യം മില്ലിൽ ജോലി ചെയ്തു. മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് പ്ലംബിങ് പഠിക്കുകയുണ്ടായി. ഒരു പ്ലംബറായി തീർന്നു. പ്ലംബറായി തീർന്നപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിനിടയിൽ സാൽവേഷൻ ആർമിയുമായിട്ടുള്ള ബന്ധമുണ്ടായി. അന്ന് സാൽവേഷൻ ആർമിയുടെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് ബ്രാഡ്ഫോർഡിലെ സാൽവേഷൻ ആർമിയുടെ ഭാഗമായി തീർന്നു. തൻ്റെ ഭാര്യ പോളിയെ കണ്ടുമുട്ടിയത് സാൽവേഷൻ ആർമിയിലൂടെയാണ്. സാൽവേഷൻ ആർമിയിലും പ്രവർത്തിച്ചു. പിന്നീട് പ്ലംബിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ലിവർപൂളിൽ പോകുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് 23-ാമത്തെ വയസ്സിൽ വീണ്ടും ലിവർപൂളിൽ നിന്നും മടങ്ങി ബ്രാഡ്ഫോർഡിൽ വന്നപ്പോഴാണ് പോളിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ആ സമയത്ത് പോളി സാൽവേഷൻ ആർമിയിലെ ഒരു ഓഫീസറായി തീർന്നു, ഒരു പ്രീച്ചറായി തീർന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു നിലയിലേക്ക് പോളി ഉയർത്തപ്പെടുകയുണ്ടായി. ഇവരെ വിവാഹശേഷം താമസിച്ചത് 70 വിക്ടർ റോഡ് ബ്രാഡ്ഫോർഡിലാണ്. നിങ്ങൾക്ക് ആ ബിൽഡിംഗ് ഇപ്പോൾ കാണുവാൻ കഴിയും. 70 വിക്ടർ റോഡ് ബ്രാഡ്ഫോർഡ്. ഈ ഒരു വീട്ടിലാണ് കർത്താവിൻ്റെ ദാസൻ 65 വർഷം വിവാഹത്തിന് ശേഷമായിട്ട് പിന്നീട് ഇവിടെ താമസിക്കുവാൻ തുടങ്ങി. 1947 കർത്താവിൻ്റെ ദാസൻ സ്മിത്ത് വിഗിൾസ്വർത്ത് നിത്യതയിലേക്ക് പ്രവേശിച്ചത്. അതുവരെയും 65 വർഷത്തോളം ഈ വീട്ടിലാണ് കർത്താവിൻ്റെ ദാസൻ പാർത്തിരുന്നത്. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. മക്കളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. എന്നാൽ അതിനുശേഷമായിട്ട് വീണ്ടും കുട്ടികളെ കർത്താവ് കൊടുത്തു. സേത്ത് 1884 ജനിച്ചു. ഒരു മകൾ ആലീസ് 1885 ജനിച്ചു. അങ്ങനെ മക്കളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. അതോടൊന്നിച്ച് തന്നെ 1900 സ്മിത്ത് വിഗിൾസ്വർത്തും പോളിയും ചേർന്ന് ബൗലാൻഡ് സ്ട്രീറ്റ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ബ്രാഡ്ഫോർഡിൽ തുടങ്ങുകയുണ്ടായി. അവർക്കത് നടത്തുവാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ ലഭിച്ചു. അങ്ങനെ അവരുടെ ആ പ്രാർത്ഥന സജീവമായി. രോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ സ്മിത്ത് വിഗിൾസ്വർത്ത് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. തനിക്ക് നല്ലതുപോലെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ചെറിയ വിക്കും ആരംഭത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിയാണ് പ്രസംഗിച്ചിരുന്നത്. എന്നാൽ സ്മിത്ത് വിഗിൾസ്വർത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകും. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇംഗ്ലണ്ടിലെ ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തൊരു സയോൺ ചർച്ച് ഉണ്ടായിരുന്നു. ആ സയോൺ ചർച്ചിൽ രോഗികൾ സൗഖ്യമാകുന്നു എന്ന് സ്മിത്ത് വിഗിൾസ്വർത്തിന് അറിവ് ലഭിച്ചു. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരു കാര്യം ചെയ്തു. ഈ സയോൺ ചർച്ചിലേക്ക് ബ്രാഡ്ഫോർഡിൽ നിന്ന് രോഗികളായിട്ടുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് സയോൺ ചർച്ചിലേക്ക്, ലീഡ്സിലുള്ള സയോൺ ചർച്ചിലേക്ക് പോകും. അവിടെയുള്ള ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ സൗഖ്യമാകും. ഇതൊരു പതിവായി തീർന്നപ്പോൾ സയോൺ ചർച്ചിലെ നേതൃത്വവുമായിട്ട് സ്മിത്ത് വിഗിൾസ്വർത്തിന് പരിചയമുണ്ടായി. അങ്ങനെ ഒരു ദിവസം അവർ പറഞ്ഞു, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നീ നേതൃത്വം നൽകണം. സ്മിത്ത് വിഗിൾസ്വർത്തിനൊന്നും അറിയത്തില്ല, എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയങ്ങളിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ചെറിയ വീക്കുണ്ട്. രണ്ടാമത് എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ കരയാൻ തുടങ്ങും.
ആ തുടർച്ചയായിട്ട് കരയുന്നത് കൊണ്ട് ആളുകൾ വിളിച്ചിരുന്നത് വീപ്പിംഗ് പ്രീച്ചർ എന്നായിരുന്നു, കരയുന്ന പ്രഭാഷകൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്തായാലും ഈ നേതൃത്വം കൊടുത്തൊരു ഉത്തരവാദിത്വമാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് കരുതി മറ്റാരെയെങ്കിലും ആ ചുമതല ഏൽപ്പിക്കാമെന്ന് കരുതി അവർ വേറെ ഏതോ സ്ഥലത്തേക്ക് പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി കടന്നുപോയി. സ്മിത്ത് വിഗിൾസ്വർത്ത് മറ്റാരെയെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്ന് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. എന്തായാലും വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് കയറി നിൽക്കാമെന്ന് കരുതി കയറി നിന്നു, പ്രസംഗിക്കാൻ തുടങ്ങി. കരച്ചില്ല. ഒന്നും പ്രസംഗിക്കാൻ വേണ്ടവണ്ണം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് തനിക്ക് പോലും അറിയത്തില്ലെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അതിനുശേഷം രോഗികൾ മുന്നോട്ട് വരിക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രോഗികൾ മുന്നോട്ട് വന്നു. അത്ഭുതകരം. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ രോഗികളും സൗഖ്യമായി. തൻ്റെ മേൽ ഒരു പുതപ്പ്, രോഗസൗഖ്യത്തിൻ്റെ ഒരു പുതപ്പ് വീണിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. സ്മിത്ത് വിഗിൾസ്വർത്ത് അവർക്ക് മനസ്സിലായി, ദൈവം എന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. ബൗലാൻഡ് സ്ട്രീറ്റ് മിഷൻ ബ്രാഡ്ഫോർഡിൽ, ഈ ലീഡ്സിലെ സംഭവത്തിന് ശേഷം ബ്രാഡ്ഫോർഡിൽ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ സജീവമായി തീർന്നു. വളരെ സജീവമായി തീർന്നു. ധാരാളം രോഗികൾ ബ്രാഡ്ഫോർഡിൽ സൗഖ്യമാകുവാൻ തുടങ്ങി. ബ്രാഡ്ഫോർഡിലെ ആ ബൗലാൻഡ് സ്ട്രീറ്റ് മിഷൻ്റെ പ്രാർത്ഥനാ സ്ഥലത്തും മാത്രമല്ല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. തൻ്റെ വീടിനടുത്തുള്ള 70 വിക്ടർ റോഡിനടുത്തുള്ളൊരു പാർക്കുണ്ടായിരുന്നു. ആ പാർക്കിലും നിരന്തരമായിട്ട് വൈകുന്നേരങ്ങളിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് കടന്നു പോകും. അവിടെ സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. അവിടെയും ആ പാർക്കിലും രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ദൈവം ആ അഭിഷക്തനെ 1890 മുതൽ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ തുടങ്ങി. ഈ സമയത്താണ് വെയിൽസ് ഉണർവ് സംഭവിക്കുന്നത്. 1905 വെയിൽസ് ഉണർവ് സംഭവിക്കുന്നത്. വെയിൽസ് ഉണർവിനെ കുറിച്ച് കേട്ടു, അവിടെ പോയി. എന്നാലും അതിൻ്റെ ഭാഗമായില്ല. കാരണം സ്മിത്ത് വിഗിൾസ്വർത്ത് ചിന്തിച്ചിരുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്, എന്നിലൂടെ ഒരുപാട് ദൈവപ്രവർത്തികൾ നടക്കുന്നു, അതിനാൽ ഇനിയും വെയിൽസിലെ ഉണർവിലൊന്നും പോയി നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാര്യമായിട്ട് അതിൽ പങ്കെടുത്തില്ല. വെയിൽസ് ഉണർവ് അസൂസയിൽ എത്തിച്ചേർന്നു. അസൂസയിൽ ആളുകൾ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് അസൂസയിൽ നിന്ന് ആ പരിശുദ്ധാത്മാഭിഷേകം, പെൻറ്റക്കോസ്റ്റൽ റിവൈവൽ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തി. അത് നോർവേയിൽ എത്തിച്ചേർന്നു. നോർവേയിലെത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ സുണ്ടർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അലക്സാണ്ടർ ബോഡി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ സുണ്ടർലാൻഡിൽ നിന്ന് നോർവേയിൽ പോവുകയുണ്ടായി. നോർവേയിൽ വെച്ച് അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. 1907 അദ്ദേഹം മടങ്ങി വന്ന് 1907 സുണ്ടർലാൻഡിൽ വന്നിട്ട്, ഇംഗ്ലണ്ടിലെ സുണ്ടർലാൻഡിൽ, ബ്രാഡ്ഫോർഡിനടുത്തുള്ള സുണ്ടർലാൻഡിൽ അലക്സാണ്ടർ ബോഡി എന്ന് പറയുന്ന ഈ ദൈവദാസൻ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചു. അനേകർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തുടങ്ങി. ഈ വാർത്ത അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവர்கள் അറിഞ്ഞു. തൻ്റെ ഭാര്യ പോളിയോട് പറഞ്ഞു. പോളി പറഞ്ഞു, ഇതിനൊന്നും പോകരുത്, ഇതെല്ലാം ചിലപ്പോൾ ശരിയാകത്തില്ല, ചിലപ്പം വല്ല പൈശാചിക കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം, അന്യഭാഷ, ഇതൊന്നും ചിലപ്പം ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് പോളി നിരുത്സാഹപ്പെടുത്തിയെങ്കിലും സ്മിത്ത് വിഗിൾസ്വർത്തും മറ്റൊരു സുഹൃത്തും കൂടെ ഒരുമിച്ച് സുണ്ടർലാൻഡിൽ പോകുകയുണ്ടായി. സുണ്ടർലാൻഡിൽ പോയിട്ട് പാസ്റ്റർ അലക്സാണ്ടർ ബോഡിയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. അവിടെ ആയിരുന്ന സന്ദർഭത്തിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ഈ മീറ്റിങ്ങിൻ്റെ ഇടയിലും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരു റഫും ടഫുമായിട്ടുള്ള ഒരാളായിരുന്നു. അല്പം പരുക്കൻ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ചിലപ്പോൾ ചില കാഠിന്യമാകുന്ന സ്വഭാവവുമുണ്ട്. പരുക്കൻ സ്വഭാവം തൻ്റെ സാധാരണമാകുന്ന ഒരു പ്രകൃതമായിരുന്നു. അത് ശുശ്രൂഷയിൽ നമുക്കത് പല സംഭവങ്ങളിലൂടെയും കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസമില്ല. 5 അടി 10 ഇഞ്ചോളം നീളമുണ്ടായിരുന്നു. വളരെ ശാരീരികമായിട്ട് നല്ല പുഷ്ടിയുള്ള ശരീരമായിരുന്നു. ആരോഗ്യവാനാകുന്ന മനുഷ്യനായിരുന്നു. ഒത്തിരി പണിയെടുത്ത വ്യക്തിയല്ല. മില്ലിൽ പണിയെടുത്തു, പിന്നെ പ്ലംബിംഗ് ആയിരുന്നപ്പോൾ തൻ്റെ ശരീരം അതുപോലെ പുഷ്ടിയുള്ള ആരോഗ്യമുള്ള ശരീരമായിരുന്നു. സ്വഭാവം അല്പം പരുക്കനുമായിരുന്നു. അവിടുത്തെ അന്നത്തെ സംസാര ഭാഷ ഇംഗ്ലീഷാണെങ്കിൽ പോലും ആ കൊളോക്കിയലായിട്ടുള്ള ആ
വില്ലേജ് ഭാഷ സംസാരിക്കുന്നതിനാൽ ഒരു മാന്യമാകുന്ന ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമായിരുന്നില്ല. ഇതൊക്കെ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. എന്തായാലും സുണ്ടർലാൻഡിൽ ചെന്നിട്ട് ആ മീറ്റിങ്ങിൽ ഇരുന്നു എങ്കിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല. അവിടുന്ന് മടങ്ങുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ യാത്ര പറയുവാൻ വേണ്ടി പാസ്റ്ററുടെ അടുക്കൽ ചെന്നു. അലക്സാണ്ടർ ബോഡിയുടെ അടുക്കൽ ചെന്നപ്പോൾ അലക്സാണ്ടർ ബോഡിയുടെ ഭാര്യ മിസസ് ബോഡി ഇവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? ഇല്ല. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സഹോദരി പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങിയത് 1907. അന്നേരം തന്നെ അത് സംഭവിച്ചപ്പോൾ തന്നെ അന്നത്തെ കാലത്ത് സന്ദേശം പെട്ടെന്ന് അറിയിക്കുവാനുള്ളൊരു സംവിധാനമാണല്ലോ ടെലഗ്രാം അയക്കുകയുണ്ടായി. പോളിക്ക് ടെലഗ്രാം അയച്ചു, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന്. പോളി ടെലഗ്രാമൊക്കെ ലഭിച്ചു. അടുത്ത ദിവസം അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് വീട്ടിൽ മടങ്ങി വന്നപ്പം പോളി വളരെ ഗൗരവത്തോട് പറഞ്ഞു, ഇത്ര ദിവസം മാറി നിന്നു, എവിടെയായിരുന്നു? അതുകൊണ്ട് ഞാനൊരു പണിഷ്മെൻറ്റ് തരികയാണ്. ഈ ഞായറാഴ്ച സ്മിത്ത് പ്രസംഗിക്കണം. സ്മിത്തിന് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഒന്ന് വിക്ക്, പിന്നെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ വീപ്പിംഗ് പ്രീച്ചറാണ്, കരച്ചില. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ആ ഞായറാഴ്ച ബോലാൻഡ് സ്ട്രീറ്റ് മിഷൻ ചർച്ചിൽ ബ്രാഡ്ഫോർഡിൽ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ആദ്യമായിട്ട് പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു. ഒരു സിംഹഗർജനമായി തീർന്നു. വാക്കുകൾ വളരെ സുലഭമായി തൻ്റെ അധരത്തിലൂടെ പുറപ്പെടുവാൻ തുടങ്ങി. വചനം ശക്തമായി പ്രസംഗിക്കുവാൻ തുടങ്ങി. പിന്നിലിരുന്ന പോളി അത്ഭുതപ്പെട്ടു. ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇതെൻ്റെ പഴയ സ്മിത്ത് അല്ല, എൻ്റെ സ്മിത്തിന് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു, ഇതെൻ്റെ പഴയ സ്മിത്ത് അല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടെ സ്മിത്ത് വിഗിൾസ്വർത്ത് പുതിയ ഒരു പ്രതലത്തിൽ, ഉയർന്ന ഒരു പ്രതലത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ ശുശ്രൂഷ ആകമാനം മാറുകയുണ്ടായി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം അതിനു മുന്നമേ തന്നെ നൂറുകണക്കിന് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. എന്നാൽ അതിനുശേഷമായിട്ട് വചന ശുശ്രൂഷയിൽ ശക്തിപ്പെടുകയും അതോടൊന്നിച്ച് രോഗശാന്തി ശുശ്രൂഷയിലും മുന്നേറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ അഭിഷക്തനെ സഹായിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്വർത്തിനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ചില ദുഃഖകരമാകുന്ന കാര്യങ്ങളും സംഭവിച്ചു. 1913 ബ്രാഡ്ഫോർഡിലെ 70 വിക്ടർ റോഡിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ആയിരിക്കുന്നു. തൻ്റെ വൈഫ് പോളി ബോലാൻഡ് സ്ട്രീറ്റ് മിഷനിൽ പ്രസംഗിക്കുവാൻ വേണ്ടി, അന്നുള്ള ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാൻ വേണ്ടി ചർച്ചിലേക്ക് പോയി. സ്മിത്ത് വിഗിൾസ്വർത്തിന് സ്കോട്ട്ലൻഡിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ സ്കോട്ട്ലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കവും വീട്ടിൽ കുട്ടികളെ നോക്കുക, ഈ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ പോളി കടന്നു ചെന്നു. ബോലാൻഡ് സ്ട്രീറ്റ് മിഷനിൽ പ്രസംഗിച്ചതിന് ശേഷം ചിലരെയൊക്കെ കണ്ട് ഗ്രീറ്റ് ചെയ്തത്, അവരോടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ബോലാൻഡ് സ്ട്രീറ്റ് മിഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ ബോലാൻഡ് സ്ട്രീറ്റ് മിഷൻ കാണാൻ കഴിയും. പോളി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആ വാതിലിലൂടെ പുറത്തിറങ്ങുമ്പോൾ ആ സ്റ്റെപ്പിലേക്ക് വരികയും പെട്ടെന്ന് തനിക്ക് നെഞ്ചുവേദനയുണ്ടായി. അവിടെ ഇരുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം. പോളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അവിടുന്ന് പോളിയുടെ ശരീരം സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ അവരുടെ ഭവനത്തിൽ കൊണ്ടുവന്നു. അത് മറ്റൊരു ചരിത്രമാണ്. അന്ന് പോളിയെ സ്മിത്ത് വിഗിൾസ്വർത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് ശരീരം ബെഡിൽ കിടത്തിയതിന് ശേഷമായിട്ട് സ്മിത്ത് വിഗിൾസ്വർത്ത് ആ മുറിയിൽ വന്ന് കതകടച്ചതിന് ശേഷം യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചു, പോളി മടങ്ങി വരട്ടെ എന്ന്. പോളി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ പോളി തന്നെ പറഞ്ഞു, സ്മിത്ത്, നിന്നേക്കാൾ കൂടുതൽ എന്നെ യേശുവിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്നെ വിടുക. ആ സമയത്ത് തന്നെ സ്മിത്ത് വിഗിൾസ്വർത്ത് യേശുവിനെ കാണുകയുണ്ടായി. യേശുവും സ്മിത്ത് വിഗിൾസ്വർത്തിനോട് പറഞ്ഞു, പോളിയെ റിലീസ് ചെയ്യുക, അവളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പോളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ബറിയൽ നടന്ന ആ കല്ലറ നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയും. ഇവിടെ തന്നെയാണ് സ്മിത്ത് വിഗിൾസ്വർത്തിനെ അടക്കിയത്. പോളിയാണ് ആദ്യം മരിക്കുന്നത്. പോളിയെ ഇവിടെയാണ് അടക്കിയത്.
പോളി മരിച്ചതിന് ശേഷം 2 വർഷം കഴിയുമ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജോർജ് എന്ന് പറയുന്ന മകൻ മരിക്കുകയുണ്ടായി. ജോർജിനെയും ഇവിടെയാണ് അടക്കിയത്. പിന്നീട് 1947 സ്മിത്ത് വിഗിൾസ്വർത്ത് മരിച്ചപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിനെയും ഇതേ കല്ലറയിൽ തന്നെയാണ്, ഈ കുടുംബ കല്ലറയിലാണ് സ്മിത്ത് വിഗിൾസ്വർത്തിനെയും അടക്കിയത്. അങ്ങനെ പോളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതൊരു വലിയ ആഘാതമായിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘാതമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ജോർജ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അത് മറ്റൊരാഘാതമായിരുന്നു. ഇങ്ങനെയുള്ള കഠിനമാകുന്ന വേദനകൾ നിറഞ്ഞ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷ ലോകവ്യാപകമായി തീർന്നത്. ഒരുപാട് പെയിനിലൂടെ കടന്നുപോയി, ഒരുപാട് ഏകാന്തതയിലൂടെ കടന്നുപോയി. തൻ്റെ മകൾ ആലീസിൻ്റെ സഹായം വളരെ സ്മിത്ത് വിഗിൾസ്വർത്തിന് ബലം കൊടുത്തു. ആലീസ് കൂടെ നിന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചും 1913 പോളി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. അതിനുശേഷമുള്ള 1 വർഷം എന്ന് പറയുന്നത് സ്മിത്ത് വിഗിൾസ്വർത്ത് വളരെ തളർന്നുപോയ വർഷമായിരുന്നു. ആ സമയത്ത് ബലപ്പെടുത്തിയത് മകൾ ആലീസാണ്. വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ മകൻ ജോർജ് മരിച്ചു. അത് മറ്റൊരു ആഘാതമായിരുന്നു. ഇനിയും വേറൊരു പ്രധാനപ്പെട്ട ആഘാതം കൂടെ സംഭവിച്ചു. ഈ ബോലാൻഡ് സ്ട്രീറ്റ് മിഷൻ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്മിത്ത് വിഗിൾസ്വർത്ത് പരിക്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഈ ചർച്ചിൽ വരുന്ന മിക്കവരും ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവർക്കൊന്നും അത്രയധികം അന്യഭാഷയിൽ വിശ്വാസമില്ല. എന്തായാലും 1919 ഈ ചർച്ചിലുള്ളവർ, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ളവർ, അവർ സ്മിത്ത് വിഗിൾസ്വർത്തിനോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്കിനിയും ആവശ്യമില്ല, ഇവിടെ വരരുത്. ബോലാൻഡ് സ്ട്രീറ്റ് മിഷൻ്റെ ഭാഗമല്ല ഇന്നു മുതൽ സ്മിത്ത് വിഗിൾസ്വർത്ത്. സ്മിത്ത് വിഗിൾസ്വർത്തിനെ അവിടെ നിന്ന് പുറത്താക്കി. പ്രിയമുള്ളവരെ, പോളിയുടെ മരണം, 2 വർഷം കഴിഞ്ഞ് ജോർജിൻ്റെ മരണം, 1919 തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ ബോലാൻഡ് സ്ട്രീറ്റ് മിഷനിൽ നിന്ന് പുറത്താക്കുന്നു. ഈ സംഭവങ്ങളിലൂടെ, ഈ വേദനകളിലൂടെ കടന്നുപോയ സ്മിത്ത് വിഗിൾസ്വർത്ത്, അതിനുശേഷമാണ് ലോകരാജ്യങ്ങളുടെ വാതിലുകൾ തൻ്റെ മുൻപിൽ തുറക്കപ്പെടുന്നത്. 1914 തന്നെ ആദ്യമായിട്ട് തനിക്ക് അമേരിക്കയിൽ പോയി പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചു. എന്നാൽ ഈ 1919 കൂടെ കഴിഞ്ഞതോടുകൂടെ ലോകരാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. യൂറോപ്പ് മുഴുവൻ, അമേരിക്കയിൽ വീണ്ടും യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, ആഫ്രിക്കയിലേക്ക് ലോകരാജ്യങ്ങളുടെ വാതിലുകൾ മുഴുവൻ ഈ അഭിഷക്തൻ്റെ മുൻപിൽ തുറക്കപ്പെടുകയും ലോകവ്യാപകമായി ഒരു വലിയ രോഗശാന്തിയുടെ പ്രവാഹമുണ്ടായി. യഥാർത്ഥത്തിൽ 1914 ശേഷം, അതിനുശേഷമുള്ള ശുശ്രൂഷ, പോളിയുടെ മരണശേഷമുള്ള ശുശ്രൂഷകളാണ് നാം ഇന്ന് അറിയുന്നത്. ഇങ്ങനെയുള്ള ചില വേദനകളിലൂടെ കടന്നുപോയത് കൊണ്ട് നമുക്ക് സ്മിത്ത് വിഗിൾസ്വർത്തിനെ വ്യത്യസ്തമാകുന്നൊരു നിലയിൽ ലഭിച്ചു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവിടെയും കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനൊന്നും വിശദീകരണങ്ങളില്ല. എന്തായാലും കഠിനമാകുന്ന ചില വേദനകളിലൂടെയും കഠിനമാകുന്ന ചില തിരസ്കരണങ്ങളിലൂടെയും കടന്നുപോയതിന് ശേഷമാണ് അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ശുശ്രൂഷ ഇന്ന് നാം അറിയുന്ന നിലവാരത്തിൽ വിശാലമായി തീർന്നത്. ഇന്ന് 100 കണക്കിന് പുസ്തകങ്ങൾ, ആ അഭിഷക്തനെക്കുറിച്ച് 100 കണക്കിന് പുസ്തകങ്ങൾ രചിച്ചിരിക്കുന്നു. നിങ്ങളിന്ന് ബ്രാഡ്ഫോർഡിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിലെല്ലാം പോകുവാൻ വേണ്ടി ഗൈഡിനെ ലഭ്യമാണ്. അങ്ങനെ വിവിധ നിലകളിൽ ഇന്ന് അനേകർ അപ്പോസ്തലൻ സ്മിത്ത് വിഗിൾസ്വർത്ത് അവരുടെ ചരിത്രം പഠിക്കുന്നു, ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുന്നു, റിസർച്ചുകൾ നടത്തുന്നു. ആ നിലയിൽ കർത്താവ് ലോകവ്യാപകമായി ഉയർത്തിയ അഭിഷക്തൻ സ്മിത്ത് വിഗിൾസ്വർത്ത് അവர்கள் വിശ്വസിക്കുക. ഈ തലമുറയിൽ കർത്താവ് അതേ അഭിഷേകത്തോടുകൂടെ, അതേ മാൻറ്റിലോടുകൂടെ ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ തലമുറയിലെ സ്മിത്ത് വിഗിൾസ്വർത്ത് ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സ്പർശനം നിങ്ങളുടെ മേൽ വരട്ടെ. ഉള്ളിൽ ആഗ്രഹം, തീവ്രമാകുന്ന ആഗ്രഹത്തെ വളർത്തിയെടുക്കുകയാണെങ്കിൽ, യേശുവുമായി അടുത്തു വരികയാണെങ്കിൽ ഈ തലമുറയിലെ സ്മിത്ത് വിഗിൾസ്വർത്തായി പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്നൊരു ദൈവപ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ. വലിയ വിടുതലുകളെ അങ്ങ് അയക്കണമേ. ഈ തലമുറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പുതിയ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കണം കർത്താവേ. യൗവനക്കാരുടെ ഇടയിൽ നിന്ന് ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് വീണ്ടും സ്മിത്ത് വിഗിൾസ്വർത്തിനെ പോലെയുള്ള ശുശ്രൂഷകരെ ആവശ്യം. കർത്താവെ, എഴുന്നേൽപ്പിക്കണമേ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡ് സംബന്ധമാകുന്ന രോഗമനുഭവിക്കുന്ന വ്യക്തിയെ ഇപ്പോൾ യേശു തൊടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. നെർവസിൻ്റെ മേലുള്ള രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഠിനമാകുന്ന തലവേദന ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. മുട്ടുകളുടെ മേലുള്ള വേദനകൾ, കൈ ഉയർത്തുവാൻ വയ്യാത്ത ആ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഷോൾഡറിൻ്റെ മേലുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കടബാധ്യതയിലുള്ളവരെ വിടുവിക്കണം കർത്താവെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണം. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മനസ്സ് കാണിക്കണം. അതോടൊന്നിച്ച് തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.